ജയിക്കോ? ജയിക്കോ? എന്തിനു ജയിക്കോ നോക്കാനോ? അതെന്തായാലും നിർത്തണം. പക്ഷെ അവനാനും കൂടി പരിശ്രമിക്കണം, എന്നാ മാത്രമേ ജയിക്കുള്ളൂ. പരീക്ഷയിൽ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് വമ്പ് കാണിക്കണ പോലെയല്ല. റോഡ് ടെസ്റ്റ് ആണ്. പക്ഷെ ഇതൊന്നും നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെയുണ്ട്, അതായത് ലീഗലാണ്. അതുകൊണ്ട് ജയിച്ചോ തോറ്റോ എന്ന് മാത്രമുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം അല്ലേ. അത് ഈ കഴിച്ചിലായി. എന്തായാലും ഇവിടുന്നൊക്കെ നേരെ ഇട്ടു, ഞവിടെ പോയിട്ട് ഇട്ടിടലാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഇട്ടിടാൻ വേണ്ടി രാവിലെ തന്നെ പോവുകയാണ്. ഐബൂരെ കൊണ്ടുപോകുന്നുണ്ട്. അലേനെ ഇവിടെ കടത്തിക്കണ്. കാരണം തിരിച്ച് എപ്പോഴാണ് വരിക. ഈ സിർലാക്ക് പിടിച്ചോ? തിരിച്ചെപ്പോഴും എത്താന്ന് പറയാൻ പറ്റൂല. അപ്പോൾ പിന്നെ രണ്ടും പാടെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ പിന്നെ തൊയിലും കെടുത്തു. അപ്പോൾ നമുക്ക് എന്താക്കാം, അലേനും ഇമ്മനും ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ പോവുകയാണ്. നാളേക്ക് ഞങ്ങൾ 6:30 പോകുന്നത്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്ര ഉണ്ട്. ഓക്കെ, വാ. രാവിലത്തെ ട്രെയിൽ കഴിഞ്ഞു. ട്രെയിലൊക്കെ ഒരു 5-6 കറക്റ്റ് ഇട്ട്, ഒന്ന് മാത്രം ഓട് പൊട്ടിച്ച്. പക്ഷെ ആ ഒന്ന് ഒഞ്ഞി ടെൻഷൻ ഉണ്ടാവും. നേരെ മറിച്ച് 5-6 കറക്റ്റ് ആക്കിയാൽ പൊട്ടാതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആത്മവിശ്വാസം. എപ്പോഴും ഒരു ആത്മവിശ്വാസം കുറവ് എന്തിനും നല്ലതാ അല്ലേ. മറ്റേത് ഞാൻ തന്നെ വലുത് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ തൊള്ള ഇടും. കാരണം ഞാൻ ആദ്യം കൂടി വന്നു കഴിഞ്ഞാൽ പണിയാവും ഗൈസ്. അപ്പം ഇനി നമുക്ക് എന്താ വെച്ചാൽ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയൂല. ഞാൻ കുട്ടിക്ക് ഇവിടെ എന്താക്കാൻ വേണ്ടി പോവാണ്, ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. സിനു ഇവിടെ നിന്ന് പോയി. അപ്പോൾ ഫുഡൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഐബൂനുള്ള ഫുഡ് സെറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറിയിട്ട് വേണം. 100 റുപ്യ ഗൂഗിൾ പേ അയച്ചു കൊടുക്ക്. എവിടുക്കാ വന്നിട്ടുള്ളത്? എട്ടിടാനോ? എട്ടിടാൻ വന്നവർക്ക് അലേന്റെ താത്താനെ നമ്മൾ ഉറക്കിയിട്ടാ വന്നിട്ടുള്ളത്. എൻ്റെ ഫുഡ് എവിടെ? ഭക്ഷണം കഴിക്കണ്ടേ? എൻ്റെ അമ്മ ജയിക്കുവോ? എന്തായാലും ജയിച്ചാൽ മതി തന്നെ. അല്ലാതെ എനിക്ക് അടുത്ത മാസം ഇതേ ദിവസത്തോടെ വരുത്തി തരും. ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ടെസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പൊ തന്നെ വളയം പിടിക്കൽ തുടങ്ങിക്കണേ. തോക്ക ഇതെന്താ ഓടിക്കേ? വണ്ടി ഓടിക്കേ? വണ്ടി ഓടിക്കാണ് കുട്ടി, വളയം പിടിച്ചിട്ടില്ലേ. നമ്മൾ എട്ടിടാൻ വന്ന സ്ഥലമാണ് നമ്മളെ ചെർപ്പളശ്ശേരി എന്നാണ്. ഒറ്റപ്പാലത്ത് ചെനക്കത്തൂർ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ പൂരങ്ങൾ കണ്ടിക്കണം, അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്താണ് നമ്മളെ എട്ടിടല്. അവിടെ കാറ് എച്ചിടുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് എട്ടിടുന്നുണ്ട്. ഇവിടെ സിനു കുട്ടിക്ക് ഫുഡ് കൊടുത്തു കൊടുക്കുന്നുണ്ട്. സിനു എട്ടിടല് തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, കിട്ടിയോ? കിട്ടി ഗൈസ്. സിനുവിന് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ഇതിൽ തന്നെ കിട്ടി. റോഡ് ടെസ്റ്റിലാണ് കേട്ടോ. ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ റോഡ് ടെസ്റ്റിലൂടെ തൂക്കുന്നുണ്ട്, ബൈക്ക് എടുത്തൊരു അല്ലേ. അതെ, റോഡ് ടെസ്റ്റ് ഒക്കെ പണ്ടൊക്കെ ഞാൻ ഉള്ള കാലത്ത് എന്താണ്ടെന്ന് അറിയാം, ഇവിടുന്ന് ഒരു 10 ആൾക്കാരെ കൊണ്ട് വിട്ടിട്ട് അങ്ങനെ റോഡ് ടെസ്റ്റ് ആണ്. പക്ഷെ ഇപ്പോൾ ഭയങ്കര ടഫാണ്. നല്ലോണം പഠിച്ചിട്ട് മാത്രം നിങ്ങൾ ലൈസൻസ് എടുക്കാൻ വന്നാൽ. കാരണം ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ ഇനിയിപ്പോൾ പരീക്ഷ ആണെന്നുണ്ടെങ്കിലും ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്തായാലും കിട്ടി കഴിഞ്ഞാൽ ഇത് SLCയിൽ ജയിച്ച ഫീലാണ് ഉണ്ടാവുക. എന്തായാലും ജയിച്ചു, 8 ഇട്ടു. റോഡ് ടെസ്റ്റും കഴിഞ്ഞു. റോഡ് ടെസ്റ്റൊക്കെ സത്യം പറഞ്ഞാൽ അന്നൊക്കെ ഞാൻ ഗ്രൗണ്ടിലിട്ടത്. ഇപ്പോൾ കറക്റ്റ് റോഡിൽ വേറെ വണ്ടികളുടെ ഇടയിൽ അതൊരു കയറ്റത്തിൽ ഹമ്പൊക്കെ ഉള്ള റോഡിലാണ് റോഡ് ടെസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പണി തന്നെയാണ്. അപ്പം എന്തായാലും അതിലൊക്കെ വിജയിച്ചു ഗായ്സ്. അപ്പം എന്തായാലും എൻ്റെ സമാധാനം എന്താ വെച്ചാൽ അടുത്ത മാസം ഇനി വീണ്ടും വരണ്ടല്ലോ എന്നുള്ള സമാധാനമാണ്. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ കാര്യം നടന്നു. ഇനി നമുക്ക് നാട്ടിലോട്ട് പോകാം. കാരണം അലേഹ അവിടെ നമ്മളെയും കാത്ത് നിൽക്കുന്നുണ്ടാവും. ഫുഡും കഴിച്ചിട്ടില്ല. ഐബ് മാത്രമേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ, നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ഫുഡൊക്കെ പാവം തോന്നുന്ന പറഞ്ഞാൽ ഇത് കിട്ടണമല്ല മെയിന്, ഇത് നേരെ ഓടിക്കാന്നുള്ളതാണ്. അതിന് കുറച്ച് പഠിച്ചിട്ട് ഞാൻ ഔട്ടായാലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ പകുതി ഓടിച്ചെങ്ങാണ്ട് എവിടെയും കൊണ്ട് കുത്തി എന്താ ചെയ്യുക. തുന്നമ്പാടി വന്നിരിക്കുന്നു നിങ്ങളുടെ മരുമോൾ എന്ന് പറഞ്ഞ മാതിരി. അലേഹ അമ്മ ജയിച്ചു. അലേഹ തെറ്റിയോ? ഉണ്ടില്ല, എന്നെ കൊണ്ടുപോവാതെ പോയില്ലേ. അങ്ങനെ ഗായ്സ് ജയിച്ചു,
നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. 8 ഭംഗിയായിട്ട് കഴിഞ്ഞു. ഒരു ടെൻഷൻ പിടിച്ച സംഭവം തന്നെയാണ്. അത് ഈസി ആയിട്ട് എന്തായാലും കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട. ഇനി നമുക്ക് ഓൺലൈനിൽ ലൈസൻസ് വാങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ഇതെന്താന്ന് പറയുന്നത്, കുറേ കാലമായിട്ട് നൗഫൽക്ക തുന്നിയിൽ എന്താ പുതിയ അപ്ഡേറ്റ് വരാത്തത് എന്ന് ചോദിച്ചിട്ട് നിർത്തിയോ, നിങ്ങൾ തുന്നി നിർത്തിയോ, എന്താണ് തുന്നിയിൽ പുതിയ ഡ്രസ്സൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ തുന്നി വലിയൊരു കടമ്പയിലോട്ട് കടക്കുകയായിരുന്നു ഇത്രയും ദിവസം. അതിൻ്റെ സെറ്റപ്പ് നമ്മൾ ഒരുക്കിയായിരുന്നു. എന്തായിരുന്നു ആ സെറ്റപ്പ്? എംബ്രോയിഡറി അല്ല, അതൊക്കെ. അതായത് തുന്നി എന്ന ബ്രാൻഡ്, ഒരു ബ്രാൻഡിൻ്റെ വളർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഫുള്ള് സെറ്റ് ആകുമ്പോഴല്ലേ. അതായത് വെബ്സൈറ്റ്, നമ്മുടെ വെബ്സൈറ്റ് സെറ്റായിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ ഔട്ടിങ് ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ടീമാണ് ചെയ്തു തന്നിട്ട് അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. അടിപൊളിയായിട്ടാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആളുകൾക്ക് പർച്ചേസ് ചെയ്യാൻ ഒന്നും പാടെ എളുപ്പമാവും. കാരണം ഇനി നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട സാധനം വെച്ചാൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടത്തിലായിരുന്നു നമ്മൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അനുബന്ധിച്ച് നമ്മൾ കുറച്ച് ലോഞ്ചിങ് വരുത്തുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരു എംബ്രോയിഡറി ലോഞ്ചിങ് ആണ്. അതിനുശേഷം വേറെ നമ്മൾ തന്നെ ചെയ്തതാണ്. എംബ്രോയിഡറി നമ്മൾ തന്നെ ചെയ്തതാണ്. പിന്നെ അതുമാത്രമല്ല വെറൈറ്റി ഐറ്റംസ് ഇനിയും വരാനുണ്ട്, കാത്തു നിൽക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് പറ്റിയ സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. ഈ സാധനം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ഐറ്റമാണ്. ഓർഡർ ആക്കണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ആയിക്കോളി. കാരണം ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതിന് മുന്നെയാണ് ഞാൻ യൂട്യൂബിൽ ഇടുന്നത് അല്ലേ. കാരണം എല്ലാ പ്രാവശ്യം പരാതി എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോഴേക്കും സാധനം സെയിലായതിനു ശേഷം യൂട്യൂബിലുള്ള ഫാമിലീസിന് സാധനം കിട്ടലില്ല. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ആദ്യം നിങ്ങൾക്കാണ് കാണിച്ചു തരുന്നത്. ഓർഡർ ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർഡർ ആയിക്കോളി. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയവർ എന്തായാലും നമ്മുടെ ഡ്രസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം. എന്താണ് ഡ്രസ്സിൻ്റെ പാട്, ക്വാളിറ്റി എങ്ങനെയുണ്ട്, മെറ്റീരിയൽ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസിന് വെർത്താണോ എന്നുള്ളത് ഓപ്പണായിട്ട് ചോദിക്കുക കേട്ടോ. കാരണം ഈ കച്ചവടത്തിൽ ഒരു മറവൊന്നും, കാരണം നമുക്ക് എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് നല്ല സാധനം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കത് പിന്നീടും ആൾക്കാർ വീണ്ടും വീണ്ടും എടുക്കണം. ഓക്കെ, കാരണം ഒരു കച്ചവടമാണല്ലോ, നേറി നമുക്ക് മസ്റ്റാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലിനൻ കോട്ടണിൽ വരുന്ന കുറച്ച് നല്ല കിടിലൻ കളേഴ്സിലും ഒക്കെ സാധനങ്ങൾ വരുന്നുണ്ട്. നമ്മൾ തുന്നിൻ്റെ എംബ്രോയിഡറി, പിന്നെ ബ്രിക്ക് കളറിൽ വരുന്നുണ്ട്. ഇത് പറയും ഇതിലെ ഡ്രസ്സുകളൊക്കെ ഞാൻ എടുക്കും. അതെ, എംബ്രോയിഡറി ഒക്കെ വരുന്നുണ്ടോ, ഇതൊക്കെ ഞാനിപ്പോൾ വേറെ ഇത് കാണിച്ചു തരാം. പിന്നെ ഇത് ഒരു പ്രീമിയം കളറിൽ എംബ്രോയിഡറി വരുന്ന സാധനമാണ്. എംബ്രോയിഡറി എന്താ നൗഫൽക്ക് അല്ലാന്ന് നിങ്ങൾ ചോദിക്കരുത്. എംബ്രോയിഡറി ഇനി ബ്ലാക്കിൽ നിങ്ങൾക്ക് ഒരു വൈറ്റ് എംബ്രോയിഡറി കൊടുത്തിട്ടുള്ളൊരു സാധനം വേണോ, അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡ്രസ്സ് ഒന്ന് വെയർ ചെയ്ത് കാണിച്ചു തരാം. ഇത് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുക്കുക, പെട്ടെന്ന് ഓർഡർ ആക്കണം കേട്ടോ. ഇത് 3 പാറ്റേണിലാണ് വരുന്നത്. ഇത് ബ്ലാക്ക്, പിന്നെ ഇതെന്താ ഒലീവ് ഗ്രീൻ അല്ലേ, ഒലീവ് ഗ്രീൻ അല്ലേ, ഒരു ഗ്രീനാണ്. ഇത് നല്ലൊരു അടിപൊളി കളറാണ്. ഇത് 3 വേറെ എംബ്രോയിഡറി ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇത് 3 നമുക്ക് വെയർ ചെയ്ത് കാണിച്ചു തരാം. ഫൈനലി ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഡ്രസ്സിൽ എംബ്രോയിഡറി അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ലിനൻ കോട്ടൺ മെറ്റീരിയലിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഡിസൈൻ. ഇതൊക്കെ നമ്മൾ ചെയ്യിപ്പിച്ച എംബ്രോയിഡറി ആണ് കേട്ടോ, സ്റ്റിക്കറല്ല മക്കളെ, കറക്റ്റ് എംബ്രോയിഡറി വർക്കാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ചെയ്യിപ്പിച്ച, നിങ്ങൾക്ക് നമ്മളെ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. ലൈവായിട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ് വരും വീഡിയോസിൽ. പിന്നെ സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ ഒരു പാൻറ്റും ടോപ്പുമായിട്ടാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഓഫീസിൽ കാണുന്നുണ്ടെങ്കിലും ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയലിൽ നല്ല അടിപൊളി ഡ്രസ്സാണ്. അപ്പോൾ സൈസ് നമുക്കിതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് L to XXL വരെ സൈസ് വരുന്നുണ്ട്. ഒന്ന് തിരിഞ്ഞ് കാണിച്ചു കൊടുക്ക് കണ്ടോ, നല്ല അടിപൊളി ഡ്രസ്സാണ്. എനിക്ക് മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് ഇതിൻ്റെ 2 കളറും കൂടി ഇല്ലേ, ആ 2 കളറും കൂടി ഇട്ടിട്ടു. നേരത്തെ ബ്ലാക്കിൻ്റെ ഒലീവ് ഗ്രീനാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ വേറെ കളറായിട്ടൊന്നും തോന്നുന്നത്, പക്ഷെ നല്ല നമ്മളത് ഏറ്റവും കൂടുതൽ സെയിലായ ഒരു കളറാണ് കേട്ടോ. ഈ ഒരു കളറ് പക്ക സ്റ്റാൻഡേർഡ് കളറാണ്. അപ്പോൾ അതിലും ഇതേ ഡിസൈനാണ് വന്നിട്ടുള്ളത്. പ്രിന്റ്, പോക്കറ്റ്, ഒരു അടിപൊളി കളറാണ്. ഓക്കെ ഗൈസ്, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറ് ഇതാണ്. എല്ലാം അടിപൊളിയാണ്, പിന്നെ കളർ ചോയ്സ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എനിക്ക് പേഴ്സണലി ഇപ്പം നമ്മുടെ സ്കൂട്ടറിൻ്റെ കളറൊക്കെ ഇതാണ്. എനിക്ക് 3 ഇഷ്ടമായോ? അതായത് പച്ച നല്ല രസമുണ്ട്. അതേമാതിരി ഇതൊരു ഓഫ് വൈറ്റ് ഇത് ക്രീം ചിക്കു ഷെയ്ഡാട്ടോ. ഇത് നിങ്ങൾ മെറ്റീരിയലിനെ നോക്കി നല്ല അടിപൊളി മെറ്റീരിയലാണ്. കണ്ടില്ലേ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കണ്ടില്ലേ, നല്ല അടിപൊളി മെറ്റീരിയൽ. സ്റ്റിച്ചിങ് ഒക്കെ പക്കയാണ് കേട്ടോ.
നയലടിക്കൂല എന്തായാലും. പിന്നെ ഇതിൽ എംബ്രോയിഡറി വർക്ക് ഒരു ഇതിന് സാമ്യമായിട്ടുള്ള കളർ തന്നെയാണ്. നിങ്ങൾ ഷാള് എടുക്കുകയാണെങ്കിൽ ഈ ഒരു എംബ്രോയിഡറിക്കുള്ള ഷാൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് മാച്ചിൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു 3 പാറ്റേൺ നിങ്ങൾ കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്ത 3 പാറ്റേണും കൂടെ കാണിക്കാമല്ലേ. ഓക്കെ, അങ്ങനെ ഒരു പാറ്റേൺ കണ്ടു. ഇനി നെക്സ്റ്റ് പാറ്റേണിൽ നല്ല ഒരു അടിപൊളി പ്രിൻ്റാണ് വരുന്നത്. ഈ പ്രിൻ്റ് ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇതിൻ്റെ നമ്മുടെ കൈ പോർഷനിൽ നെക്കിൽ ഇതാ കൈയിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു പ്രിൻ്റാണ് വരുന്നത്. നല്ല രസമുള്ള പ്രിൻ്റാണ്, എംബ്രോയിഡറി. ഓക്കെ. പിന്നെ ഇതേമാതിരി ഇവിടെയും എംബ്രോയിഡറി ആണ് വരുന്നത്. ഓക്കെ, 2 സൈഡ് പോക്കറ്റും വരുന്നുണ്ട്. നല്ല കംഫർട്ടായിട്ട് വേറെ നല്ല അടിപൊളി കളറാണ് കേട്ടോ. ബ്രിക്ക് കളറാണ്. ഇതിൻ്റെ അടുക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ്. ഓക്കെ, ഇനി അടുത്തതിൻ്റെ വേറെ കളർ ചേഞ്ച് വരും. അങ്ങനെ നെക്സ്റ്റ് അപ്ഡേഷൻ, അതായത് അതിൻ്റെ വേറൊരു കളർ ചേഞ്ച്. കൊയങ്ങി ഡ്രസ്സ് ഇട്ടിട്ട് കൊയങ്ങിന്ന് പറഞ്ഞത്. അപ്പോൾ ഗായ്സ് ഇതും നല്ലൊരു അടിപൊളി കളറാണ്. എനിക്ക് മൊബൈലിൽ കാണുന്നതിനേക്കാളും ഒന്നും കൂടി നേരിട്ട് കാണാൻ നല്ല അടിപൊളി കളറാണ് കേട്ടോ. ഓക്കെ, അതിലിങ്ങനെ പ്രിൻ്റ് വന്നിട്ട്, പ്രിൻ്റ് അല്ല എംബ്രോയിഡറി വന്നിട്ടുള്ള ഡിസൈനാണ്. മോഡലൊക്കെ സെയിം ആണ്. അതിലെ കളർ ചേഞ്ചും ഡിസൈനുകളാണ് മാറ്റമുള്ളത് കേട്ടോ. 2 പോക്കറ്റും ഇതിനും വരുന്നുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒന്നും കൂടി ഇല്ലേ, അതും കൂടിയിട്ട് പോവാ. നെക്സ്റ്റ് കളർ വരുന്നിട്ടുള്ളത് ഇതാണ്. ഇതും നല്ലൊരു അടിപൊളി കളറാണ്. ഒന്ന് നടന്നു നോക്കട്ടെ. നടന്നിട്ടൊക്കെ കൊയങ്ങി ഡ്രസ്സിനു. ഓക്കെ, നല്ല വേദന എടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഷോർട്സ് നല്ലൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളൊരു വീഡിയോ. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ നാട്ടുകാർക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴത്ത് കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ഓൺലി അല്ലേ നമുക്ക്. അപ്പോൾ സൈസ് വരുന്നത് L, XL, XXL ഓർ XXL സൈസ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇട്ട സൈസ് ഏതാ? ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത് ലാർജാണ്. ലാർജിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കംഫർട്ട് അല്ലേ. മെറ്റീരിയൽ വരുന്നത് ഒന്നും കൂടി പറഞ്ഞാൽ ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഓക്കെ, പിന്നെ ഷോൾ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. നമുക്ക് 2 പീസ് സെറ്റാണ് വരുന്നത്. അതായത് പാൻറ് ഓൺ ടോപ്പാണ് സെറ്റ് വരുന്നത്. പിന്നെ അതായത് ഇപ്രാവശ്യം ഈ ഒരു മോഡൽ ഒരുപാട് ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും പ്ലെയിനാണ് ഉണ്ടാവല്. ഇതിൽ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നെക്കിൽ ഡിസൈൻ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഡിസൈനും കാര്യങ്ങളും പിന്നെ ഒന്നും കൂടി ക്വാളിറ്റി കൂട്ടിയിട്ടുള്ള തുണിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ എന്തായാലും ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ആക്കിക്കോളൂ. ഇനി കിട്ടിയില്ല എന്ന് പറയരുത് കേട്ടോ.